ബുർക്കടാണ് മൊയ്ജിപ്പോ എന്താണ് ആദ്യമായിട്ട് എടുത്തു അതനിപ്പോ ഉള്ളിൽ വന്നിട്ട് മാറ്റ് അത് ഇത് എല്ലാമാണ് ഹായ് വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചത്ത് യൂട്യൂബ് ചാനൽ നാളെ എല്ലാവർക്കും അറിയാം നാളെ പെരുന്നാളാണ് സോ ഇന്ന് പെരുന്നാൾ ഡേയ്സ് ആയിട്ട് നമുക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ സോ പർച്ചേസിംഗ് ഉണ്ടോ ആൻഡ് ഹെയർ കട്ടിംഗ് ഉണ്ട് പിന്നെ പല്ല് കാണിക്കുന്ന കഥയാണ് കേട്ടോ ഇതാ അപ്പൊ ഇന്ന് മൊയ്സിന്റെ പല്ല് കാണിക്കലാണ് ഇതിൽ ചാർജ് ഇല്ല അപ്പൊ നമ്മൾക്ക് ബാഗൊക്കെ വാങ്ങണമെന്നുണ്ട് സ്കൂൾ ബാഗ് പക്ഷെ അത് ഇന്ന് വാങ്ങുന്നില്ല ഇൻഷാല്ല നാലാണ് പക്ഷെ ഇന്നത്തെ അവർക്ക് ഓൾറെഡി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് പെരുന്നാൾ തലേ ദിവസം നോമ്പാണ് അപ്പൊ ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ കുഞ്ഞു ഓരോ വ്ളോഗാണ് ഓ എന്താ പറയാനുണ്ടോ അപ്പൊ ഉമ്മാണ് കേട്ടോ എനിക്ക് പൈസ തന്നെന്ന് എൻ്റെ കുട്ടി പറയുന്നത് ഉമ്മ പൈസ തന്നാണ് എനിക്ക് സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉമ്മാന്റെ കയ്യിൽ നോക്കൂ പൈസ ഒക്കെ വാങ്ങുന്നത് വലിയ വലിയ ഓർഡറാണ് കുട്ടികളൊക്കെ കിട്ടുന്നത് അപ്പൊ നമുക്ക് അവിടെ കാണാം അവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണെന്നുള്ളത് അവിടെ പോയിട്ട് കാണാം ഓക്കെ അപ്പൊ ഇഷുവൊക്കെ ടി വി ഒക്കെ ഓഫ് ആക്കാണ് ഉമ്മ ഓക്കെ അപ്പൊ ഉമ്മ ബുർക്കടാണ് മൊയ്ജിപ്പോ എന്താണ് വലിയ പൈസ മിഷാണ്ടി കൊടുക്കാം മിഷൊക്കെ മൊബൈൽ കാണാൻ അയക്കുന്നത് ഞാൻ അപ്പൊ ഉമ്മ നാളെ പെരുന്നാളല്ലോ കുട്ടികൾക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ക്യാഷ് ഒക്കെ തന്നത് അപ്പൊ ഇവിടുന്ന് പോകുമ്പോ തന്നെ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ബാംഗ്ലൂരിൽ ചോബി ഉണ്ടല്ലോ ചോബിയും കുട്ടിയല്ല അപ്പൊ ചോബിക്കും ഐസ്ക്രീം വേണ്ടി ക്യാഷ് അയക്കാണ് അപ്പൊ ക്യാഷ് കയ്യിൽ തന്നതാണ് ഗൂഗിൾ പേയിൽ അയക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ മൊയ്സ് പറയാണ് ഉമ്മച്ചി ആന്റിക്ക് ഞാൻ തന്നെ പോയിട്ട് കൊടുക്കൂലോ ആന്റിക്ക് ഞാൻ കൊടുക്കൂലോ എന്ന് പറയുന്നത് അപ്പൊ ആന്റിക്ക് ഇവിടുന്ന് അവൾക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ഞങ്ങൾ ബസ്സായിട്ട് ബാംഗ്ലൂർ പോകണം ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ എങ്ങനെയുണ്ട് ഇവനിക്ക് അങ്ങോട്ട് പോകണം അതിന് വേണ്ടി അങ്ങനെയൊക്കെ വാശിയാണ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലേ സ്കൂൾ സ്റ്റാർട്ടായി കേട്ടോ ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ടാണ് അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ 1 by 1 കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് മൈ കുട്ടികളെ സ്കൂൾ അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമിരിക്കാൻ ഇവരെ സ്കൂൾ ഒന്ന് സ്റ്റാർട്ടാവാൻ വേണ്ടി യാ റഹ്മാനെ തമ്പ്രാൻ ഒന്ന് സ്റ്റാർട്ടായാൽ മതി എന്നാ പിടിച്ച് തന്നെ കിട്ടുന്നില്ല ഇവന് വലുതാണെങ്കിലും വേറെ കുട്ടികളോടാണെങ്കിലും ചേർന്നിട്ട് കളിക്കും ചെറിയ കുട്ടിയാണെങ്കിലും എല്ലാ സ്ഥലത്ത് പോയാലും അവൻ്റെ കംപ്ലൈൻ്റ് ആണ് അവൻ അങ്ങനെ ചെയ്ത് അവൻ കരയില്ലല്ലോ 5 വയസ്സായിട്ടില്ലല്ലോ ഇനി കുറച്ച് മെച്ചൂർ ആവണം അവന് ആരും കടിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും മെച്ചൂർ ആവണം എന്താ നമുക്ക് റെഡി ആവാ എന്തെങ്കിലും പറയാനുണ്ടോ മൊയ്ജ് ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ത് ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് മിസ്റ്റർ ആന്റിക്ക് പൈസ കൊടുക്കാൻ ഇപ്പൊ പോകുന്നേ ഇപ്പൊ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന കേട്ടാ പിന്നെ ഡെന്റിസ്റ്റ് ഇന്നാലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഫുള്ള് പറഞ്ഞിട്ടില്ല ഫുള്ള് ബഹളം കരച്ചലും അതൊക്കെ ആയിരുന്നു കേട്ടോ പല്ല് വേദനിച്ചിട്ട് എന്തായാലും ഷൂയിട അപ്പൊ എന്തായാലും ഇന്നുണ്ടല്ലോ നമ്മൾ മരുന്ന് കാണിച്ചേ വരണം ഒന്നവൻ്റെ പല്ലെടുക്കണം ഇല്ലെങ്കിൽ ഫിൽ ചെയ്യണം എന്തെങ്കിലും 2 ചെയ്യണം കുട്ടികളാണെങ്കിൽ ഇതല്ല അവസ്ഥ പറഞ്ഞിട്ട് കാര്യമല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങളും എന്തെങ്കിലും ഞങ്ങൾ നേടേണ്ടി വരും അപ്പൊ ഞാൻ ഏത് സ്റ്റെപ്പെടുന്നത് അതിൻ്റെ ഉള്ളിലില്ല മൊയ്സിന്റെ 2000 റുപ്പീസിന്റെ ഷൂ വലിച്ചു നോക്കും ഇവൻ്റെത് $4,000 അവൻ്റെത് $2,000 വലിക്ക് മൊയ്സിക്ക് ഡോളറാണ് ഞമ്മക്കെല്ലാം റുപ്പീസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കും അതിൻ്റെ ഉള്ളിൽ നോക്കും നീ പഠിപ്പിക്കുന്നതാണ് കേട്ടോ ആ ഷൂ എടുക്ക് ഇഷുൻ്റെ ഷൂ താഴെ വയ്ക്ക് അപ്പോൾ അവർക്ക് പെരുന്നാൾക്ക് ഞാൻ ഷൂ വാങ്ങിയില്ല കേട്ടോ കാരണം ഓൾറെഡി ബാട്ടിൻ്റെ ഷൂ അവർ വാങ്ങിയിട്ട് അവർ കിട്ടില്ല ആ കറക്റ്റാണ് കുഞ്ഞു കറക്റ്റ് കുഞ്ഞു ആ ഇട കറക്റ്റ് പിന്നെ ഇഷുനൊന്ന് ഇഷോ നീ വരുന്നില്ല ഇഷോ ടി വി ഓഫാക്കിട്ട് വാ ടി വി ഓഫാക്ക് ഫാൻ ഓഫാക്ക് അത് കട്ടാക്കും ഞാൻ ആ ഓക്കെ 10 കയറി എന്നെ കുറച്ച് വെപ്രാളം കൂടുതലാണ് എനിക്ക് അല്ലേ ഇഷോ മൊയ്സ് നോക്കട്ടെ മൊയ്സിൻ്റെ പല്ലെടുക്കുന്നെങ്കിൽ പല്ലെടുക്കും ഇല്ലെങ്കിൽ ഫില്ലാക്കും മൊയ്സിൻ്റെ പല്ല് നോക്കാൻ പല്ല് ക്ലീൻ ആക്കാനാ
കുട്ടികളെല്ലാം ചോക്ലേറ്റ് തിന്നാൽ ഇതുപോലത്തെ അവസ്ഥ. നമ്മൾ ഡിമാർട്ടിലെത്തി. സൗദ ഡ്രൈവ് ആക്കിയിട്ടുള്ള ഡിമാർട്ടിലെത്തി തൊക്കൊട്ടില് ಗಾಡಿ ಬಂದರಲ್ಲ ഡിമാർട്ടിലെത്തി. നമ്മൾ ഡിമാർട്ടിലെത്തി. നമ്മൾ ന്യൂ ഡിമാർട്ട് തൊക്കോട്ടിലേക്ക് വന്ന് ഭയങ്കര പ്ലേസൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആട്ടോ, പാർക്കൊക്കെ ചെയ്യാനോ. പിന്നെ ഒരു തവണ നമുക്കൊരു ഡിമാർട്ട് സെറ്റ് ആയാലുണ്ടല്ലോ പിന്നെ വേറെ വരാൻ പറ്റില്ല. എനിക്ക് കങ്കനാടി ഓക്കെ ബെറ്ററാണ്. കണ്ണാടിയൊക്കെ കലഞ്ഞട്ടോ, വണ്ടിയിൽ കലഞ്ഞു. ദറ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ കുട്ടീൻ്റെ പല്ലതായത് കാണിച്ചല്ലോ. ഡോക്ടർ 3 times ആണ് അവിടെ പോകാൻ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ റിമൂവ് ഒക്കെ ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് വന്നിട്ട് അത് ഫിൽ ചെയ്യണം. ഫിൽ ചെയ്തിട്ട് അങ്ങനെയൊക്കെ 2 month പിന്നെ ಇನ್ನೊരു പല്ല് ഇവിടെ ആടുന്നുണ്ട്, അത് റിമൂവ് ചെയ്യണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 times പോകേണ്ടി വരും. ഇപ്പോൾ മരുന്നൊക്കെ തന്നിട്ടുണ്ട്, മരുന്ന് കൊടുക്കണം. അപ്പോഴത്തേക്ക് നാളെ പെരുന്നാളാണ്, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ അവനക്കൊരു മാറ്റ് വാങ്ങണം, കുറച്ച് താഴെ ഇരുന്നിട്ടൊക്കെ കളിക്കേണ്ട മാറ്റ്. അത് എന്താ എന്താ ശരി ഡാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഇത് കൊടുത്തിട്ട് ഏതിനാ പോയിട്ട് പറയാൻ എനിക്ക് സ്കൈ ആക്കുന്ന പോലെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ കുട്ടിയത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇത് വേ ടു എൻട്രി വെണ്ണ ഇവിടെ വേറെ കേട്ടോ. കളിക്കുന്ന താഴെല്ല സ്റ്റഡി ടേബിളിൻ്റെ താഴെ ഇടാനുള്ള മാറ്റ് ഇല്ലെങ്കിൽ മറ്റേ തമ്മണി വലിച്ച് കീറുമല്ലോ. അത് സ്ലിപ്പാവുന്ന നോക്കണം, സ്ലിപ്പായാലും വാങ്ങും. ഇഷു നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന ഇഷു? നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വാങ്ങേണ്ടത്. ഡ്രൈ ഫ്രൂട്ട്സ് കപ്പ് നൂഡിൽസിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഏതാ ഇതോ? ആ പിന്നെ ഇതോ? ആ ഇനിയാണോ? മതി. 3 നൂഡിൽസ് കൊണ്ടിട്ട് 3 ഇന്ന് തന്നെ തീർക്കും. അതാണ് പ്രശ്നം. ഏത്? അതെല്ലാം വേണ്ട നൂഡിൽസ് കേട്ടോ. നൂഡിൽസൊക്കെ കഴിച്ചാൽ ഹെൽത്ത് കേടാവും. പിന്നെ അത് പാസ്ത ആണ്. പാസ്തയ്ക്ക് ഇങ്ങനെ കൊക്കനട്ട് മിൽക്കൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ ഭയങ്കര നല്ലതാണ്. ചീസ് മാക്രോണി. പിന്നെ വേണമെങ്കിൽ വാങ്ങാം. ആദ്യമായിട്ട് ഇട്ടു അതിനിപ്പോൾ ഞാൻ എൻ്റെതായ വിട്ട് വന്നിട്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് കുറച്ചൊക്കെ എങ്ങനെ പിടിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു പെരുന്നാളിൻ്റെ ഐറ്റം മാത്രം വാങ്ങാന്ന് വിചാരിച്ചതാണ്. മൊയ്തീതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മാറ്റ് അത് ഇത് എല്ലാം ആണ് കയ്യിൽ ഹട്ടിയൊക്കെ പിടിക്കുക. അതെല്ലാം മാറ്റ് അത് ഇതൊക്കെ അതുകൊണ്ട് സാധനം കിട്ടാതെ. പിന്നെ ബാഗും പിടിച്ചിരുന്നു. ഞാനൊക്കെ ക്യാൻസൽ ആക്കി. നെക്സ്റ്റ് ടൈം ബാഗ് കുട്ടികളുടെ സാധനങ്ങളായിട്ട് തന്നെ സ്കൂൾ ഐറ്റംസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് എന്താ പ്ലാൻ അറിയില്ല. വീട്ടിൽ പോകണോ നോക്കാൻ പോകണമെന്ന് അറിയില്ല. നോക്കാം. വണ്ടി വരുന്നു മൊയ്ജി ബാക്ക് വണ്ടി വരും ശ്രദ്ധിക്ക്. അങ്ങനെ എന്തായാലും എനിക്ക് ഇവിടുന്ന് കാർ പാർക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. കാരണം ഇതാണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കണ്ടു വരുന്നൊക്കെ ഉള്ള റീസൺ ഇതാണ്. ഡിമാർട്ടിൻ്റെ ഒരു പാർക്കിംഗ് ഒന്ന് ബെറ്ററാണ്. പറഞ്ഞാൽ ലേഡീസൊക്കെ ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പാർക്കിംഗ് നല്ല രീതിയിൽ കിട്ടണം. അപ്പോഴാണ് അതിനൊരു ഹാപ്പി. ഓക്കെ എന്തായാലും കുട്ടികൾ അവിടെ പോയിട്ട് ഓടിപ്പോയിട്ട് വണ്ടിയിലിരിക്കാൻ നിൽക്കുകയാണ്. അൺലോക്ക് ചെയ്യുന്നു. അത്ര സബറില്ല. പക്ഷേ എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. നോക്ക് ഗൈസ്, ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓവറായി ഒരുപാടായി. പിന്നെ ധൂമുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഇതൊക്കെ വയ്ക്കില്ല. ഒന്നെന്നാ സാധനമായിട്ട് എടുത്ത് വെച്ചോ.
അങ്ങനല്ല ഇതന്നെ അങ്ങനെ എന്തിനാ എടുത്ത് വെക്കുന്നേ ഉമ്മ ഒരു ചീലൊക്കെ കൊണ്ടുവന്നതാണ് ഗൈസ്. ഞാൻ നോക്കുന്നത് ഉമ്മ എവിടെ നിന്നാണ് ചീല, ബാഗ് എവിടെ നിന്നാണ് ഉമ്മ എന്ന്. ഉമ്മ ഈശോ അത് താഴെ എനിക്ക് ബാക്ക് വണ്ടി വരുന്നത് കാണൂല, അത് താഴെ ഇങ്ങനെ ഡൗണ്ട് വേ. അത് ഇഷ്യൂ മാറ്റ് താഴെ വേ. മിറർ എനിക്കറിയാം നോക്കാണ്, കണ്ടില്ലെങ്കിൽ നീ പറഞ്ഞു തരണമൊന്നുമില്ല. കണ്ടോ ഗൈസ് എത്ര ഷാർപ്പാണ് കുട്ടിയല്ല. നിനക്ക് വണ്ടി താഴെ ബാക്കിൽ കണ്ടില്ലെങ്കിലും മിററിൽ നോക്കുന്നു. എനിക്കറിയില്ലേ മിററിൽ നോക്കണം എന്നുള്ളത്. ഇവരോട് ചോദിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ നാളത്തെ പ്രജകൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കുട്ടികൾ സത്യമായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ നാളത്തെ പ്രജകൾ തന്നെയാണ്. ഇതിനെന്നെ ആയിരിക്കും ഗവൺമെന്റ് പറഞ്ഞത് ಇವತ್ತಿನ ಮಕ್ಕಳು ನಾಳಿನ ಪ್ರಜೆಗಳು ಅಂದ. അല്ലാഹു റബ്ബി. ഫൈനലി നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ ഒരുപാട് സമയം എടുത്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ അത്ര തിരക്കില്ലെങ്കിലും ബില്ല് ഏരിയയിലാണായിരുന്നു ഒരുപാട് തിരക്ക്. അപ്പോൾ സ്കൂൾ 1-ാം തീയതി സ്റ്റാർട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ബുക്സ് ബാഗ്സ് ഒക്കെ വാങ്ങണം. ബുക്സ് ഓൾറെഡി സ്കൂളിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ ബാഗൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിമാർട്ട് പോയിട്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം ഇന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക്. എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ മൊയ്സിന് വേണ്ടി. മൊയ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? പറയും. മൊയ്സിൻ്റെ പല്ല് സുമറാവാൻ വേണ്ടി. മൊയ്സിൻ്റെ പല്ല് കഴിക്കുന്ന ആ ഒരു പല്ലാണ് കേട്ടോ കുത്തെടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പല്ല് റിമൂവ് ചെയ്യണം, മറ്റൊരു പല്ല് ഫിൽ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 3 അപ്പോയിൻറ്റ്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി സാറ്റർഡേ ആണ് നെക്സ്റ്റ് അപ്പോയിൻറ്റ്മെൻറ്റ്. അപ്പോൾ സാറ്റർഡേ ജസ്റ്റ് ഒന്ന് ക്ലീനപ്പൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ക്ലീൻ ചെയ്തിട്ട് അവർക്ക് പെയിൻ അപ്പം തന്നെ റെഡ്യൂസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. പിന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കുടിച്ചിട്ട് വർക്കണം. സോ 2-3 ഡേയ്സ് ഒരു പെയിനും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞതാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസ് ഇത്ര പോലായി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക.